1/4 കപ്പ് കണ്ടൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പപ്പായയ്ക്ക് മധുരം കുറവാണെങ്കിൽ 1-2 സ്പൂൺ കണ്ടൻസ് മിൽക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഒരു ഹാഫ് നാരങ്ങയും കൂടെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. കുരുവൊന്നും കുടുങ്ങരുത്, കുരു ചേർന്നാൽ കയ്പ്പ് രസം വരും. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ 1/4 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്തതാണ്. ഇത് ഇഷ്ടമില്ലെങ്കിൽ 1/4 ടീസ്പൂൺ വാനില എസൻസ് ആയാലും മതി. ഒന്നുകൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇത് അടിച്ചെടുക്കുമ്പം ഒരു കാരണവശാലും ഒട്ടും വെള്ളം ചേർക്കരുത്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിലേക്കോ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് അടച്ചു വെക്കണം. അപ്പം അതിന് പറ്റിയ ഒരു പാത്രം എടുക്കുക. മാത്രമല്ല നെയ്യോ ബട്ടറോ വെച്ചിട്ട് ഇത് ആദ്യം ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മുടെ പുഡിംഗ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഇതുപോലെ ചെറിയ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണോ എന്തെങ്കിലും